അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന വൻമരം സീസൺ 1 അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി സീസൺ 2 ആണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓണാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുന്നത്. സീസൺ 1 നമ്മുടെ കോയിൻസോ അതല്ലെങ്കിൽ ബാക്കിയൊന്നും കാണാനില്ല. ഇപ്പോൾ പ്രോഫിറ്റ് പവർ എല്ലാം അവർ സ്നാപ്ഷോട്ട് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി സീസൺ 2 ആണ് ഹാംസ്റ്റർ കോമ്പാറ്റിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീസൺ 2 നമുക്ക് എങ്ങനെ കളിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ഏകദേശമൊക്കെ ഒരു ഇൻ്റർഫേസ് ആണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഏണിങ്സിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ്, എൻ്റെ അതേമാതിരി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഇതിൻ്റെ എല്ലാതിൻ്റെ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക, ക്ലൈം ചെയ്തെടുക്കുക. എല്ലാം നമുക്ക് ഇവിടെ പരമാവധി ഡയമണ്ട് കളക്ട് ചെയ്യണം. പരമാവധി ഡയമണ്ട് കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് നോക്കാം. വെൽക്കം ടു ഇൻ്റർലൂട്ട് എന്നാണ് അവർ പറയുന്നത്. ദ ഗെയിം ഡസ് നോട്ട് എൻഡ് വിത്ത് ദ സ്നാപ്ഷോട്ട്. വി ആർ നൗ എൻറ്ററിങ് ദ ഇൻ്റർലൂട്ട് സീസൺ ഓഫ് ഹാംസ്റ്റർ കോമ്പാറ്റ്. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇൻ്റർലൂട്ട് കോമ്പാറ്റിൽ സീസണിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഗെയിം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സീസൺ 2 എന്തായാലും വരുന്നുണ്ട്. എന്തായാലും നമുക്കൊക്കെ അറിയാം, സീസൺ 1 ഇതിൻ്റെ എല്ലാ യൂസേഴ്സിനും ഇപ്പോൾ 56 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അതിൻ്റേതായ ബെനിഫിറ്റ് സീസൺ 1 എയർ ഡ്രോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് സീസൺ 2 കളിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു എയർ ഡ്രോപ്പ്. ഇപ്പോൾ സീസൺ 2 ഉള്ള കാരണം എന്തായാലും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേൾഡിലെ ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പാണ് അവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. കിട്ടുമെന്നുള്ളത് നമുക്ക് ഇനി എന്തായാലും അധികം ദിവസമില്ല. സെപ്റ്റംബർ 26 ഇനിയൊരു 5 ദിവസമാണുള്ളൂ. അത് നമുക്ക് അന്നറിയാം. ദ ഇൻ്റർലൂഡ് സീസൺ ഈസ് ദ വാം അപ്പ് ബിഫോർ സീസൺ 2 ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് എ കപ്പിൾ ഓഫ് വീക്ക്. അപ്പോൾ ഇൻ്റർലൂഡ് സീസൺ എന്ന് പറയുന്നത് ശരിക്കും സീസൺ 2 അല്ല, സീസൺ 2 ഒരു വാമപ്പ് മാത്രമാണ്. അപ്പോൾ സീസൺ 2 ഇൻ്റർഫേസ് ഇതാണ് നമുക്ക് മൈൻഡ് ചെയ്യേണ്ടതെന്നും ആരും വിചാരിക്കേണ്ട. ഇതതിൻ്റെ ജസ്റ്റ് ഒരു വാമപ്പ് പോർഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുക, participating in the interlude and farming diamonds will give you an advantage that will come in handy in the upcoming season. More diamonds, more benefit. ഇത്രയും അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർലൂഡ് സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അടുത്ത സീസൺ 2 ഒരു വലിയ അഡ്വാൻറ്റേജ് ആണെന്നാണ് അവർ പറയുന്നത്. മോർ ഡയമണ്ട്, മോർ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ ഡയമണ്ട് കളക്ട് ചെയ്യുക, കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇതല്ല ശരിക്ക് സീസൺ 2 ഇൻ്റർഫേസ് വേറെയാണ്. പക്ഷേ സീസൺ 2 കടക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ഇൻ്റർലൂഡ് സെക്ഷനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പരമാവധി ഡയമണ്ട് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീസൺ 2 അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ തരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയമണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമ്മളിവിടെ നമ്മുടെ മുന്നത്തെ ഹാംസ്റ്ററിലാണെങ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് കയറിയാണ്. പക്ഷേ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമണ്ടൊന്നും ഇൻക്രീസ് ആവണില്ല. ഇവിടെ ഡയമണ്ട് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം, പോയിൻ്റ് വെച്ചിട്ടൊക്കെയാണ് ഇവർ തരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഏണിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കിടക്കുന്ന ഈ സൈഡിൽ യൂട്യൂബ് വീഡിയോ കാണാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ടെലിഗ്രാം, ട്വിറ്റർ, ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോ ഡയമണ്ട് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം ഏണിങ്സിൽ പോയിട്ട് കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൈൻ ചെയ്യാനുള്ളൊരു 3-4 ഡയമണ്ട് കിട്ടും. അത് കിട്ടിയാലാണ് പിന്നെ നമുക്ക് മൈനിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. മൈനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ കാർഡ് അപ്ഗ്രേഡ് ചെയ്തിട്ട് PPH കൂട്ടിയിട്ട് പ്രോഫിറ്റ് പെർ അവർ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് നടത്തുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ സീസൺ 1 എല്ലാവരും 6 മില്യണും 7 മില്യണൊക്കെ പ്രോഫിറ്റ് പവർ ഇൻക്രീസ് ചെയ്തിട്ടാണ് കോയിൻസ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേമാതിരി കോയിൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻ ചെയ്ത് കൂട്ടണമെങ്കിൽ
ഇവിടെ നമുക്ക് ആദ്യം കുറച്ച് ഡയമണ്ട് വേണം. ആ ഡയമണ്ട് നിങ്ങൾ ആദ്യം പോയിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്യുക. ഇവിടുന്ന് ഈ സെക്ഷനിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4-5 അത്യാവശ്യത്തിന് ഓരോരുത്തർ ലെവലിനനുസരിച്ച് കുറച്ച് ഇത് കിട്ടും, ഡയമണ്ട് കിട്ടും. ആ ഡയമണ്ട് വെച്ചിട്ട് നിങ്ങൾ വരേണ്ടത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുന്നത്തെ സീസൺ 1-ലാണെങ്കിൽ നമുക്കിവിടെ ടോപ്പിൽ ഈ ഗെയിംസ് കിടങ്ങുന്നതിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംബോ കാർഡ് അല്ലെങ്കിൽ മൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ മൈനിങ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഹൈഡാണ്, കാണാനില്ല നമുക്ക്. അപ്പോൾ അത് എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ചേഞ്ചിൻ്റെ ഇപ്പുറത്ത് പ്ലേ ഗ്രൗണ്ട് എടുക്കണില്ലേ, പ്ലേ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഗെയിംസ്, മിനി കാർഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഗെയിംസ് നമ്മുടെ പണ്ടത്തെ ഗെയിംസ് തന്നെ, അത് അവർ അതേമാതിരി എടുക്കുന്നുണ്ട്. മിനി ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പസിൽ ഗെയിമും എക്സും, അത് രണ്ടും കിടക്കുന്നുണ്ട്. എക്സൊക്കെ പണ്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സീസണിൽ കളിച്ച് കഴിഞ്ഞാൽ കുറേ കോയിൻ കിട്ടിയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ജസ്റ്റ് പോയിൻ്റ് ചെറിയ കോയിനുകൾ വരുന്നുള്ളൂ. അവർ ഈ ഡയമണ്ട് അധികം ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കണില്ല. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, പണ്ടൊക്കെ എക്സ് ഈ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് നിങ്ങൾ 0.001 ആണ്. അപ്പോൾ ചെറിയ പോയിൻ്റാണ് ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് കളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് കൂട്ടാം, എക്സാബസിൽ കളിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ അധികം പോയിൻ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻ ചെയ്താൽ മാത്രമാണ് ഇവിടെ പെട്ടെന്ന് ഡയമണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി രണ്ടാമത്തെ പ്ലേ ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ മിനി കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ എടുക്കുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് PPHൻ്റെ അവിടെ PPHൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിലേക്ക് വന്നാലും ഡയറക്റ്റ് ഇങ്ങോട്ട് വരും. അതിൽ ഏതിലെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മൈനിങ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലെത്തി. മൈനിങ് കാർഡിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ന്യൂ കാർഡിൽ ഏതെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ആ ന്യൂ കാർഡ് അപ്പം തന്നെ നമ്മൾ കളക്ട് ചെയ്യാൻ നോക്കുക, അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ കാർഡ്സ് ചില കാർഡ്സ് നമുക്ക് സീസൺ 1-ൽ അറിയാം ടൈം വെച്ചിട്ടായിരുന്നു. ടൈം വെച്ചിട്ട് ആ കാർഡ് കളക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ കാർഡ് കിട്ടാറില്ല. അങ്ങനെ നമ്മുടെ അച്ചീവ്മെൻറ്റിൽ പലർക്കും മറ്റേ റെസ്ക്യൂ ടീമിൻ്റെ ഒരു കാർഡ് മിസ്സായി പോയിട്ടുണ്ട്. അത് അധികം കിട്ടിയിട്ടില്ല അച്ചീവ്മെൻറ്റ്. സ്റ്റാർട്ടിങ്ങിൽ കളക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിലാണ് അത് കടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കുക, ന്യൂ കാർഡ് എപ്പോഴും ശ്രദ്ധിച്ച് ന്യൂ കാർഡിലുള്ള കാർഡുകൾ അപ്പം തന്നെ കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ കാർഡുകളെല്ലാം ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി നമ്മൾ 1 ഡയമണ്ട് 1.5 ഡയമണ്ടൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് ഈ കാർഡുകളെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. ഇത് ലെവൽ ഇൻക്രീസ് ചെയ്യും തോറും PPH നമുക്ക് അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ട് തീർന്നുണ്ടാകും. അതാ 0.002 ആണ് ഇനിയുള്ളൂ. അപ്പോൾ ഈ ലെവലിൽ നമ്മുടെ എല്ലാ കാർഡും അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ PPH കണ്ട 0.183. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതേമാതിരി PPH കൂട്ടുക. ഇതാണ് സീസൺ 2-ൽ നമുക്കിപ്പോൾ ഇൻ്റർലൂട്ടിൽ വന്നിട്ടുള്ള ഗെയിം. പരമാവധി ഡയമണ്ട് വെച്ചിട്ട് PPH കൂട്ടിയിട്ട് ആ PPH വഴി ഡയമണ്ട് കളക്ട് ചെയ്യുക. ഇതാണിപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാൻ ടൈമുള്ളവർക്ക് ഗെയിം കളിച്ചിട്ട് ഇവിടെ 4 ഡയമണ്ട് അത്യാവശ്യത്തിന് ഒരു ദിവസം തന്നെ ഗെയിം ഫുള്ള് കളിക്കുകയാണെങ്കിൽ 40 ഡയമണ്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു വേ ആണ് ഇപ്പോൾ പറഞ്ഞ് നമ്മൾ സീസൺ 1-ൽ ചെയ്തിരുന്ന മാതിരി ചെയ്യാൻ പറ്റണം. ഓട്ടോമാറ്റിക്കായിട്ട് ഡയമണ്ട് കൂട്ടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും ചെയ്ത് നോക്കാം. പിന്നെ അറിയാം, നമ്മുടെ പിന്നെ ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 26 നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിനാൻസിൽ എല്ലാവരും കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ബിനാൻസിൽ അക്കൗണ്ട് തുടങ്ങുന്നതും ബിനാൻസിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ബിനാൻസിലേക്ക് നമ്മൾ കോയിൻ വരുന്നത് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ ബിനാൻസിൽ വന്ന കോയിനെ സെല്ല് ചെയ്തിട്ട് എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷാക്കി മാറ്റാം എന്നുള്ളൊരു വീഡിയോ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ ബിനാൻസ് അല്ലെങ്കിൽ എല്ലാ എക്സ്ചേഞ്ചും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് ബിനാൻസിലേക്ക് കോയിൻ വരികയുള്ളൂ. ഈ ബിനാൻസിൽ കോയിൻ വന്നു കഴിഞ്ഞാൽ ആ കോയിനെ നമ്മൾ സെല്ല് ചെയ്തിട്ട് USDT ആക്കിയിട്ട് മാറ്റും. ആ USDT ആക്കി മാറ്റിയ കോയിനെ നമ്മൾ INRക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷാക്കി മാറ്റണം. ക്യാഷിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ
ഈ പലരും ഈ ഗെയിം ഇതെല്ലാം ഈ പ്രൊജക്റ്റിനെല്ലാം എയർ ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇതിന് ഇത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യണതല്ലേ. അപ്പോൾ അതെങ്ങനെ ക്യാഷാക്കി മാറ്റാമെന്നുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടി 3 പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾറെഡി ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് കണക്ട് ചെയ്യണത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ ആ കണക്ട് ചെയ്ത് ആ വാലറ്റിലേക്ക് വന്ന എയർ ഡ്രോപ്പിനെ എങ്ങനെ USDT ആക്കി മാറ്റി P2P വഴി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ പാർട്ട് P2P വഴി ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് കോയിൻ DCX വഴി എക്സ്ചേഞ്ച് വഴി എങ്ങനെ ക്യാഷാക്കി മാറ്റാമെന്നുള്ള വീഡിയോയും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, P2P എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭയങ്കര സ്കാമാണ്. നമ്മുടെ കോയിൻ മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് അടക്കം ഫ്രീസായി പോകും. സ്കാമേഴ്സ് നന്നായി കളിക്കുന്ന ഒരു സ്ഥലമാണ് P2P ട്രാൻസാക്ഷൻ. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. വീഡിയോ കണ്ട് എല്ലാവരും നല്ല രീതിയിൽ നോക്കുക. അതല്ലെങ്കിൽ എയർ ഡ്രോപ്പും കിട്ടില്ല, ഒപ്പം കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടോ നമ്മുടെ കാശെല്ലാം ഫ്രീസായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയൊന്നും വരാതിരിക്കുക. നല്ല രീതിയിൽ വീഡിയോ കണ്ട് എല്ലാം മനസ്സിലാക്കി അതുപോലെ പരമാവധി ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ വീഡിയോ എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കുക. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് മെമ്മറീസ് നോക്കുകയാണെങ്കിൽ അവരിവിടെ ടോപ്പിൽ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ മെമ്മറീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സീസൺ 1 കാര്യങ്ങളാണ് അതിൽ കിടക്കുന്നത്. സീസൺ 1 നമ്മളെങ്ങനെ കളിച്ചു, നമ്മൾ എത്ര കാർഡുകൾ കളക്ട് ചെയ്തു കണ്ടില്ല. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മുടെ മൈനിങ് തുടങ്ങിയിട്ടുണ്ട്. ഡാങ്സ് ഫിനാൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ PPH കയറുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡയമണ്ട് ഇവിടെ ഇൻക്രീസ് ആയി തുടങ്ങും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഗെയിമൊക്കെ കളിച്ചിട്ടിരിക്കണം. അപ്പോൾ PPH പരമാവധി ഇൻക്രീസ് ആവാൻ നോക്കുക. ഇൻക്രീസ് ആവാൻ തോറും ഓട്ടോമാറ്റിക് മൈനിങ്ങും തുടങ്ങും, നമുക്ക് ഡയമണ്ട് കളക്ട് ചെയ്യാനും പറ്റും. എന്തായാലും ചെയ്യണം നല്ലതാണ്. സീസൺ 2 ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർലൂഡ് സെക്ഷൻ തൊട്ടിട്ട് തന്നെ പരമാവധി ചെയ്യാൻ നോക്കുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീസൺ 1 ക്രിയേറ്റർ ലെവലിലൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നത്. അതെന്താണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് കളിക്കാത്ത കാരണമാണ്. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഇൻ്റർലൂഡ് സെക്ഷൻ തൊട്ടിട്ട് തന്നെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കളിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ഏറ്റവും അവസാനമുള്ള ലെവലിൽ വരെ എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും മാൻസ്റ്റർ സീസൺ 2 വെച്ച കാരണം സീസൺ 1 എയർ ഡ്രോപ്പ് എന്തായാലും ചെറിയ എയർ ഡ്രോപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മുന്നേ അത് ഫേക്കാന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ 2 വെച്ചിരിക്കുന്ന കാരണം നിലവിൽ എല്ലാവർക്കും മാന്യമായ രീതിയിലുള്ള ഒരു എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സീസൺ 2 ഇപ്പം തന്നെ എല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഗെയിം ആദ്യമായിട്ട് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ്. സീസൺ 2 ഇൻ്റർലൂഡ് സെക്ഷൻ ഇന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ മെമ്മറീസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ കാർഡുകൾ, നമ്മൾ പല കാർഡുകളും അപ്ഗ്രേഡ് ചെയ്ത് ബെസ്റ്റ് കാർഡ് ഏതെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നിങ്ങളതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്പർ ഓഫ് കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് എത്ര എണ്ണമാണ്, പിന്നെ കോയിൻ എത്ര കളക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ കുറേ നമ്മുടെ മെമ്മറി സീസൺ 1 നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഇൻ്റർലൂഡ് സീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കളിക്കാം. ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ മെയിൻ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ സ്കിന്നും ഇതെല്ലാം ഇവിടെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ സീസൺ 1 25 ലെവൽ കാർഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഡ്രോപ്പിൽ അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് നല്ലൊരു എമൗണ്ട് എയർ ഡ്രോപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. 25 ലെവൽ കാർഡ് 0.54% ആൾക്കാരാണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു യൂണിക് കാർഡാണ്. അതപ്പോൾ എല്ലാവരോടും അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതേമാതിരി തന്നെ നമ്മൾ സ്കിന്നും പരമാവധി 25 എത്തിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. 0.57 നമ്മൾ സ്കിന്ന് മൊത്തത്തിൽ ആൾക്കാർ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഈ 25 സ്കിന്ന് കളക്ട് ചെയ്തത് 0.57 ആൾക്കാരെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സീസൺ 1 എന്താണെങ്കിൽ ഇവിടെ എല്ലാ സ്കിന്നും ഫ്രീ ആണ്. ഇതധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല.
എല്ലാ സ്കിന്നും ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ പണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങാറുള്ള എല്ലാ സ്കിന്നുകളും ഇപ്പോൾ ഇൻ്റർലൂഡ് സെക്ഷനിൽ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. നമുക്കിവിടെ ഏത് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. അതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അതേ ഹാംസ്റ്ററിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് എന്തായാലും അടുത്ത ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സ്കിൻ കളക്ഷൻ ഉപകാരപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇത് കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആണ്, ഡയമണ്ട് കൊടുക്കണ്ട. ഡയമണ്ട് കൊടുക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് മിസ്സാക്കാണ്ട് അത് എല്ലാവരും കളക്ട് ചെയ്തിടാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മുടെ ഹാംസ്റ്റർ കോയിൻ എങ്ങനെ സെല്ല് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷാക്കി മാറ്റാം എന്നുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ.